ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ എല്ലാ ക്രിയേറ്റേഴ്സും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഷോർട്സ് വീഡിയോസ് എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്തു. ഇങ്ങനെ 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് ആദ്യം നിങ്ങൾക്ക് നേരെ ഷോർട്സ് ഫീഡിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വലിയ വീഡിയോസ് എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെല്ലാമാണ് കാണാൻ സാധിക്കുക. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങളെല്ലാം എടുത്തെല്ലാമാണ് ഇത്തരത്തിൽ ഇത് ഷോർട്സ് ഫീഡിലേക്കെല്ലാം പോകുന്നത്. എന്നാൽ പലർക്കും ഇതിലൊരു കൺഫ്യൂഷൻ എല്ലാം ഉണ്ട്. ഇത്തരത്തിൽ ഈ 3 മിനിറ്റ് താഴെയുള്ള ദൈർഘ്യമുള്ള വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള വാച്ച് അവർ എല്ലാം നമുക്ക് ലോങ് വീഡിയോസിലെല്ലാം ലഭിക്കുമോ എന്നെല്ലാം. എന്നാൽ ഷോർട്സ് ഫീഡിലേക്ക് പോകുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാമാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ, അതായത് വെർട്ടിക്കൽ വീഡിയോസ് അതുപോലെ സ്ക്വയർ ടൈപ്പ് വീഡിയോസ്, ഇവ രണ്ടുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഷോർട്സിലേക്ക് പോകുന്ന വീഡിയോസ് എല്ലാം. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ 3 മിനിറ്റിന് താഴെയുള്ളത് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് വ്യൂസ് ലഭിക്കും. അതായത് നമുക്ക് ഷോർട്സ് വ്യൂസിൻ്റെ ഈ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ 10 മില്യൺ അല്ലെങ്കിൽ 3 മില്യൺ ഈ വ്യൂസ് എല്ലാം നമുക്ക് നേടാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ 3 മിനിറ്റ്സ് ഷോർട്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതിൽ നിന്നും ഇതിൽ നിന്നും നമുക്ക് വാച്ച് അവർ ഒന്നും തന്നെ നമ്മുടെ ചാനലിലേക്ക് ലഭിക്കുന്നില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ലോങ് വീഡിയോസിൻ്റെ എല്ലാം തന്നെ 4000 വാച്ച് അവേഴ്സ് എല്ലാമാണ്. ഇത്തരത്തിൽ ഇത് ഈ വാച്ച് അവേഴ്സിലേക്കൊന്നും തന്നെ ആഡാകില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ വാച്ച് അവർ എല്ലാം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഹൊറിസോണ്ടൽ വീഡിയോസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുക. അതായത് 16:9 എന്ന റേഷ്യോയിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് 3 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിലും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വാച്ച് അവർ എല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഷോർട്സിൻ്റെ ഫോർമാറ്റിൽ അതുപോലെ സ്ക്വയർ ടൈപ്പിലെല്ലാം നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് വാച്ച് അവർ ലഭിക്കില്ല. 3 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. 3 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോസ് എല്ലാമാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള വാച്ച് അവർ എല്ലാം തന്നെ നിങ്ങളുടെ ചാനലിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഒന്നാമതായി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം. ഇനി നമ്മുടെ ക്രിയേറ്റേഴ്സിനോട് പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് പലരും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ടാഗിങ്ങിനുള്ള ഓപ്ഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. എന്നാൽ പലരും ഇത് കറക്റ്റായി യൂസ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യമെല്ലാം ഡൗട്ടാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് ടാഗിങ്ങിന് വേണ്ടി ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് എല്ലാം ചെയ്യുന്നു, അതിൽ നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റ് എല്ലാം തന്നെ സെർച്ച് ചെയ്ത് ആഡ് ചെയ്ത് ഇതെല്ലാം തന്നെ ടാഗ് ചെയ്ത് വയ്ക്കുകയാണ് എന്ന് കരുതുക. എന്നാൽ നിങ്ങളുടെ ആ ഒരു വീഡിയോയുമായി ബന്ധമില്ലാത്ത തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾ ഇത്തരത്തിൽ ഇതിൽ നിന്നും ആരെങ്കിലും എല്ലാം ഈ ഒരു ലിങ്കിലെല്ലാം ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ എല്ലാം ലഭിക്കട്ടെ എന്ന് കരുതി നമുക്ക് ആവശ്യമില്ലാത്ത പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഇത്തരത്തിൽ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് എല്ലാം ഇങ്ങനെ അൺനെസസറി ആയി ആഡ് ചെയ്യുന്നതെല്ലാം, ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ തന്നെ നിങ്ങളുടെ ഈ ഒരു ചാനലിൽ നിന്നും ഒഴിവാക്കപ്പെടാനെല്ലാം കാരണമായി തീരാം. അതായത് നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ, ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചെല്ലാം പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട വീഡിയോ എല്ലാം ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ആ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാൻ സാധിക്കുക. അല്ലാതെ നമ്മൾ നമ്മുടെ വീഡിയോയുമായി ബന്ധമില്ലാത്ത തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും നിങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാതിരിക്കുക. ഇതെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായി പിന്നീട് റിമൂവ് ആവുകയും ഇതുപോലെ നിങ്ങൾ ഇത് ആവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചാനലിന് ദോഷം ചെയ്യുകയും ചെയ്യും. അതിനാൽ തന്നെ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാമാണ് ഇപ്പോൾ എനിക്ക് മെയിനായി നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്ന കാര്യങ്ങൾ. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.